അടുത്ത കടലെടുക്കും അടച്ചുപൂട്ടാൻ യമനിലെ ഹൂതി വിമതർക്ക് ഇറാന്റെ കർശന നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. അമേരിക്കയോ ഇസ്രയേലോ ഇറാന്റെ മണ്ണിൽ പ്രത്യേകിച്ച് അവരുടെ ഊർജ്ജ ശൃംഖലകൾക്ക് നേരെ ഒരു ചെറിയ ആക്രമണം നടത്തിയാൽ പോലും ലോകം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് നീങ്ങും. ലോകത്തിലെ 20% എണ്ണ കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്ക് പൂട്ടിയിട്ട് മാസങ്ങളായി. അതിനു പിറകെ ലോകത്തിന്റെ അടുത്ത ആശ്രയമായിരുന്ന ചെങ്കടൽ പാത കൂടി പൂർണ്ണമായും സ്തംഭിപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ചെങ്കടലിലെ കവാടമായിട്ടുള്ള ബാബ് എൽ മണ്ടേബ് കടലെടുക്ക് അടച്ചുപൂട്ടാൻ ഇറാനിയൻ നേതൃത്വം ഹൂതികൾക്ക് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ്. ഇറാന്റെ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ ഹൂത്തികൾ തങ്ങളുടെ ആയുധപ്പുരകൾ തുറന്നു കഴിഞ്ഞു. ബാബ് എൽ മണ്ടേബ് കടലെടുക്കിന് സമീപം യമനിലെ ഉയർന്ന പ്രദേശങ്ങളിൽ അവർ ഡ്രോണുകളും മിസൈലുകളും വിന്യസിച്ചു. യമനിൽ ക്യാമ്പ് ചെയ്യുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ മാത്രമായിരിക്കും ഇനി അന്തിമ തീരുമാനമെടുക്കുക. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അവർ ഹോർമൂസ് കടലെടുക്ക് അടച്ചുപൂട്ടിയത്. അതോടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടു. പകരം സൗദി അറേബ്യയുടെ പൈപ്പ് ലൈനുകൾ വഴി ചെങ്കടലിലൂടെയായിരുന്നു ലോകം ഊർജം കണ്ടെത്തിയത്. ഇപ്പോൾ ആഗോള ഊർജ വിതരണത്തിന്റെ 7% കടന്നു പോകുന്നത് ഈ ചെങ്കടൽ പാതയിലൂടെയാണ്. ആ പാത കൂടി അടഞ്ഞാൽ ഗൾഫിലെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കും. വെറും ഒരു തോക്ക് കൈവശമുള്ള ഒരാൾക്ക് പോലും ഒരു ചരക്ക് കപ്പൽ തടയാൻ കഴിയുന്നത്ര ദുർബലമാണ് ഇന്ന് ചെങ്കടലിലെ അവസ്ഥ. അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുക, ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ താങ്ങാനാവാത്ത ഭാരം അടിച്ചേൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ ലക്ഷ്യം. ഹൂതികളെ ഉപയോഗിച്ചുള്ള ഈ നീക്കം മേഖലയിൽ വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ലബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങളും ഉൾപ്പെടുന്ന ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ കൂടുതൽ കരുത്താർജിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ലോകം മുഴുവൻ ഇരുട്ടിലാകുന്ന ഇന്ധനവില കുതിച്ചുയരുന്ന ഒരു വലിയ സാമ്പത്തിക തകർച്ചയ്ക്കായിരിക്കും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. അമേരിക്കൻ ഭീഷണികളെ വകവയ്ക്കാതെയുള്ള ഇറാന്റെ ഈ പുതിയ നീക്കം സൗദി അറേബ്യ ഉൾപ്പെടെ കടുത്ത പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നത് ചെങ്കടലിൽ നിന്നുള്ള ആ ആദ്യ വെടിയൊച്ചയ്ക്കായിട്ടാണ്.